ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പാർട്ട് 39, ദൈവശക്തി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വിഷയം ദൈവഹിതം ഏറ്റെടുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ നിയമം, ചട്ടം, ന്യായം, വിധി, ഇച്ഛ, ഹിതം ദൈവത്തിൻ്റെ മകൻ, മകൾ ഇവ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവ ഏറ്റെടുക്കാത്തതിനാലാണ് ദൈവസഭകളുടെ ആത്മീയത തണുത്തു പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പഴയ നിയമകാലത്ത് 10 കൽപ്പന ന്യായപ്രമാണവും ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയണം. പിന്നീട് വെള്ളത്താൽ സ്നാനമേൽക്കണം. ഹല്ലേലൂയ. പിന്നീട് തീയാലും ആത്മാവിനാലും സ്നാനം ഏൽക്കണം. ഹല്ലേലൂയ. പിന്നീട് ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൃപാവരങ്ങൾ പ്രാപിച്ച് അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇതാണ് കർത്താവിൻ്റെ നിയമവും ചട്ടത്തിലും വരുന്നത്. അഭിഷേകം പ്രാപിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. എങ്കിലേ ജീവൻ്റെ പുസ്തകത്തിൽ പേർ വരികയുള്ളൂ. ഹല്ലേലൂയ. ജീവൻ്റെ പുസ്തകത്തിൽ പേർ വന്നെങ്കിൽ മാത്രമേ നിത്യതയ്ക്ക് അവകാശികളാകുകയുള്ളൂ. അതിനാൽ ഓരോ വിശ്വാസിയും ഇത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഏറ്റെടുത്താൽ സഭ അഭിഷേകത്തിൻ്റെ നിറവിൽ ആത്മമണ്ഡലത്തിൽ എത്തുകയുള്ളൂ. ഹല്ലേലൂയ. ഇതിനായിരിക്കണം ഓരോ വിശ്വാസിയുടെയും ലക്ഷ്യവും സഭയുടെ ലക്ഷ്യവും. ഹല്ലേലൂയ. വിശ്വാസികൾ, ദൈവസഭകൾ ഈ ലക്ഷ്യം കണ്ടാൽ മാത്രമേ പുറത്തുള്ള ജനം ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ, ദൈവശക്തിയെ തിരിച്ചറിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ മാത്രമേ അവർ രക്ഷയുടെ മാർഗത്തിലേക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പോൾ ഹല്ലേലൂയ പുറത്തുള്ള ജനം രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രുവിനെ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ശത്രുവിനെ നാം പരാജയപ്പെടുത്തിയെങ്കിലേ ആ ജനം കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് ദൈവഹിതം ഏറ്റെടുക്കുക. ഈ പെന്തക്കോസ്ത് ആത്മീയ അനുഭവം ലോകം എങ്ങും പരക്കട്ടെ. അതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:14 പറയുന്നത് എന്താണെന്ന് നോക്കാം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ഉറങ്ങുന്നവനെ എന്നാൽ ദൈവ നിയമത്തിൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കാതെ ഉറങ്ങുന്നവരെ പോലെയുള്ള വിശ്വാസികളോടാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. ഹല്ലേലൂയ. 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 ഈ പറയുന്നത് ഹല്ലേലൂയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക എന്ന് പറയുന്നത് മരണം സാത്താൻ്റെ അധീനതയിൽ പെട്ടതാണ്. ഹല്ലേലൂയ. ആ മരണത്തിൽ നിന്നും സ്വർഗസ്ഥനായ ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യരാശിക്ക് നിത്യജീവൻ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. പ്രിയരെ, ഇത് കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ അവസരമാണ്. കർത്താവിൻ്റെ ദൈവഹിതം ഏറ്റെടുത്ത് നിത്യത പ്രാപിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നിത്യത പ്രാപിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസഭകളിൽ നടക്കേണ്ട ആയിത്തീരേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. കൃപാവരങ്ങൾ, അഭിഷേകം പ്രാപിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ആത്മമണ്ഡലത്തിൽ എത്തുക. ആത്മമണ്ഡലത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ആത്മീയ വളർച്ചയുടെ പൂർണ്ണതയാണ് അവിടെ സംഭവിക്കുന്നത്. അതിനായി നാം ശത്രുവിനോട് പോരാടേണ്ടതായിട്ടുണ്ട്. ശത്രുവിനോട് പോരാടുക എന്ന് പറഞ്ഞാൽ സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, ഇത് പ്രയോഗിക്കേണ്ടടുത്ത് നമ്മൾ ഇതിൽ കൂടെ പ്രയോഗിക്കുക. അപ്പോൾ ശത്രു പരാജയപ്പെടും. അതുപോലെ തന്നെ ഹല്ലേലൂയ, ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ നാം ഹല്ലേലൂയ അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ ഫലം നമ്മിൽ നിന്നും പുറപ്പെടും. ആ ഫലം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുമാണ്. ഇത് സംഭവിച്ചാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും പഠിപ്പിച്ചതാണ്. ഇത് സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ പുറത്തുള്ള ജനം, അതായത് ഹല്ലേലൂയ പുറത്തുള്ള ജനം, യേശുവിൻ്റെ പേരെ കേട്ടിട്ടില്ലാത്ത ജനം, സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യൻ ഹല്ലേലൂയ ഈ അനുഭവങ്ങൾ കണ്ടാൽ, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞാൽ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ, ദൈവശക്തിയെ തിരിച്ചറിഞ്ഞാൽ അവർ ഓടി വരും. ശത്രുവിൻ്റെ സന്നിധിയിൽ നിന്നും അവർ വിട്ടിട്ട് ഹല്ലേലൂയ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ശത്രു പരാജയപ്പെടുകയാണ്. അങ്ങനെയാണ് ശത്രുവിനെ പരാജയപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, 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 സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവേറ്റം സമീപിച്ചിരിക്കുന്നു. ഇത് ഓർമ്മ വയ്ക്കുക. ഹല്ലേലൂയ. ഓരോ വിശ്വാസിയും ഓരോ അഭിഷക്തനായി തീരുക. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് ജയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരുങ്ങുക, ഉണരുക. ഹല്ലേലൂയ. ഇത് ഷോർട്ട് മെസ്സേജാണ്. ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവിടെ ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ.